ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായി യൂട്യൂബിൽ കണ്ടിട്ടല്ലേ, എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ നാളായി. ആരും അന്വേഷിക്കില്ലെങ്കിലും ഞാൻ പറയണമല്ലോ കാരണമൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്കായിരുന്നു. ഒരു ബിസി ടൂണിലൂടെ ആയിരുന്നു ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം അതിന് കുറച്ച് ഒരു സംതൃപ്തി എങ്ങനെയാണ് കുറച്ച് ആശ്വാസമായിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഒക്കെ സക്സസ് ആയി. നമ്മുടെ ഒരു ഇറങ്ങിത്തിരിച്ച കാര്യങ്ങളിൽ ഏറെക്കുറെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണമാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഡാൻസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അവിടോട്ട് പോവുകയാണ്. എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചതാണ് അവൾ. അപ്പോൾ അവളുടെ എൻഗേജ്മെൻറ്റ് ഡേ ആണിന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് വ്ളോഗാണ്. ഓക്കെ, അപ്പോൾ പിന്നെന്തൊന്നും കൂടെ പറയാൻ വന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഞാൻ ഇറങ്ങിയില്ല. ഇനി എനിക്ക് ഗെറ്റ് റെഡിയൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി സമയമില്ല. കാരണം ഗെറ്റ് റെഡിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അമ്മയുടെ വായന ചീത്തയേക്കും. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ബ്ലൗസ് ഇട്ടു. ഒരു ഹാഫ് സാരിയാണ് ഞാൻ, ബ്ലൂവും. പക്ഷേ ഞാൻ സ്കേർട്ടും ഷോളൊക്കെ ഇനി ഉടുക്കണം. അപ്പോൾ ഡ്രസ്സ് ഇടണം. പിന്നെ മേക്കപ്പൊന്നും ചെയ്തിട്ടില്ല. മേക്കപ്പ് വലുതായിട്ടൊന്നും ഇല്ല, ചെറുതായിട്ടുള്ളൊരു മേക്കപ്പാണ്, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാം. ഗൈസ്, ഞാൻ ഹാഫ് സാരിയൊക്കെ എടുത്തു. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കല്, കാരണം ഫുള്ളും മെസ്സായി കിടക്കുകയാണ്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറേ കാരണങ്ങളുണ്ട് എല്ലാം ഇങ്ങനെ അങ്ങനെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫോൺ അവിടെ വെച്ച് പട്ടി ഷോ കാണിക്കുകയായിരുന്നു ഗൈസ്. ഈ ഹാഫ് സാരീനെ പറ്റിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി പറയാം. ഇതെൻ്റെ അമ്മാമ്മയുടെ സാരിയാണ് കേട്ടോ. അമ്മാമ്മയുടെ സാരി ഞാൻ തയ്പ്പിച്ചതാണ്. ഷോളും റെഡിമെയ്ഡായിട്ട് മേടിച്ചു. അപ്പം ഞാൻ ഫുള്ളും ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്, നിങ്ങൾ കാണുന്നില്ലേ. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇറങ്ങി. ഇനി എനിക്ക് ഒരുങ്ങാനൊന്നുമില്ല, ഞാനെല്ലാം സെറ്റായി. വള ഇട്ടില്ല, അപ്പോൾ വള മാത്രം ഇട്ടാൽ മതി. വള ഇട്ടിട്ട് ഞാൻ ഇറങ്ങും. എൻ്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട്. അവളുടെ വീട് ആറ്റിങ്ങലാണ്. അപ്പോൾ അവൾ അവിടെ നിന്ന് വരുമ്പോൾ ലിപ്സ്റ്റിക്ക് കേസ് അവൾ അവിടെ നിന്ന് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അവൾ ഇവിടെ ഏകദേശം എത്താറായിട്ട് ഞാൻ ഇറങ്ങിയാൽ മതിയല്ലോ. എൻ്റെ വീട് ഇവിടെ പ്രോപ്പർ കറക്റ്റ് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അവൾ അവിടെ എത്താറാകുമ്പോൾ ഞാൻ ഇറങ്ങും. ഒരു കാര്യം പറയാം, ഞാനിപ്പോൾ നൈക്കയുടെ ലിപ്സ്റ്റിക്കെന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും തന്നെ എനിക്ക് മെസ്സേജ് വന്നു, നൈക്കയിൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഞാൻ കണ്ടു ഇപ്പോൾ പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ അവൾ വിളിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവൾ വിളിക്കണതും ഞാനിവിടെ നിന്നിറങ്ങും. ഓക്കെ, ഈ ഹാഫ് സാരി നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഇതായിരുന്നു ഇട്ടിരുന്നത്. ഓക്കെ, പക്ഷെ മാലയൊക്കെ വേറെ ഇട്ടു. പക്ഷെ ഇപ്പം എനിക്കതൊന്നും ഇടാൻ വയ്യ. പിന്നെ നല്ല മഴക്കോളുണ്ട്. ഇനി ഇതൊക്കെ ഇട്ടിട്ട് എന്താവും എന്ന് അറിഞ്ഞിടാ. മറ്റേ തമന്ന ഹാപ്പി ഡേയ്സിലെ തമന്നനെ പോലെ നനഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി നമുക്ക് അവളെ കൂട്ടിയിട്ട് കാണാം. ഓക്കെ, അവളുടെ അവിടെ എത്തിയിട്ട് കാണാം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, നമ്മുടെ മാനവീയത്തും. അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൾ ഇതുവരെ വന്നില്ല. അവൾ എവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. അവൾ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മാനവീയം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് മാനവീയം. ഞാൻ അധികം വീഡിയോസ് എടുക്കണത് ഇവിടെ നിന്നാണ്. കാരണം ഇവിടെ ഭയങ്കര കംഫർട്ടബിളാണ് വീഡിയോ എടുക്കാൻ. കണ്ടോ, രാവിലെ തന്നെ ആൾക്കാർ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി ഗൈസ്. ഇവിടെ തന്നെ ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവൾ ഇതുവരെ വന്നില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവളെത്തി ഗൈസ്. അങ്ങനെ നമ്മളൊക്കെ നമ്മുടെ അഴകിയ ലൈല ഇവിടെ എത്തി ഗൈസ്.
പിന്നെ അധിക നേരം അവിടെ വെയിറ്റ് ചെയ്തില്ല, പെട്ടെന്ന് ഒരു ഓട്ടോ പിടിച്ച് മണ്ഡപത്തിലോട്ട് പോയി. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ ഏറ്റവും ലാസ്റ്റ് എത്തുന്ന നമ്മൾ ഇത്തവണ കറക്റ്റ് സമയത്തിനാണ് കേട്ടോ എത്തിയത്. ഇവളുടെ എൻഗേജ്മെൻറ്റ് കറക്റ്റ് ടൈമിലാണ് നമ്മൾ എത്തിയത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എൻഗേജ്മെൻറ്റ് ഗേൾ ആരാണെന്ന് പറയാനുള്ള സമയമായിട്ടുണ്ട്. അതായത് എൻ്റെ ഫ്രണ്ടാണ്, അതായത് എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫ്രണ്ടാണ്. നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ച നമ്മുടെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ നല്ല ക്ലോസ് ആണ്. ഒരുപാട് നാളത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അങ്ങനെ അവരുടെ എൻഗേജ്മെൻ്റ് ആയി ഗൈസ്. നമ്മൾ ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കോളേജ് പഠിക്കുമ്പോൾ തൊട്ടേ ഞങ്ങൾക്ക് അറിയായിരുന്നു ഈ കാര്യമെല്ലാം. അപ്പോൾ ശരിക്കും നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു ഗൈസ്. അങ്ങനെ എൻഗേജ്മെൻറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. നല്ല ഭംഗിയായിട്ട് നടന്നു. പിന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഒരു 5 നിമിഷം പോലും നമ്മളിവിടെ വെയിറ്റ് ചെയ്തില്ല. നമ്മൾ കഴിക്കാനായിട്ട് താഴോട്ട് ഇറങ്ങി. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കാണിച്ചത് ഗൈസ്. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. നല്ല സദ്യയായിരുന്നു ഗൈസ്. നല്ല സദ്യയും പായസമൊക്കെ ആയിരുന്നു. 2 തരം പായസം ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ള പായസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പിയാണ്. വീഡിയോ എടുക്കണം, വ്ളോഗാണ്. ഇതൊക്കെ അവിടെ ഒരു ഇമോജി വെക്കാടി. നമ്മുടെ പെണ്ണ് ഹായ് പറയൂ. പയ്യന്തോ അവിടെ നിൽക്കുന്നു. ആരും ചോദിച്ചില്ല. ഗൈസ്, ഈ നടുക്കിരിക്കുന്ന ചുമല എൻ്റെ ഡാൻസിങ് പാർട്ട്ണറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് വീഡിയോസിൽ. ഇവർ 3 പേരും നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അവരൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ കഴിക്കാൻ പോയി ഗൈസ്. നമ്മളിപ്പോൾ നിശ്ചയം കഴിഞ്ഞതാ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഈ മാനവീയത്തോട്ട് പോവാൻ. ഒന്ന് പോടി. ഇവൾക്ക് എന്താ ഫോട്ടോ എടുക്കണം, ഓണത്തിന് വേണ്ടിയിട്ട് പോകാൻ സൗകര്യമില്ല. എന്റെ വ്ളോഗ് നശിപ്പിച്ച. ഞാൻ കുറെ നാളിന് ശേഷം ഡാൻസിങ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ കാണുന്നത് ഇവിടെ ചേച്ചിയുടെ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇപ്പോഴാണ് ഗൈസ് വരുന്നത്. അതെ, ഇവളങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഭയങ്കര എപ്പോഴും വീട്ടിനകത്ത് ഹോമാണ്. അതെ, ഓക്കെ, അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ് കണ്ട് വളരെയധികം സന്തോഷം. ഒരു വൃത്തികെട്ട കൈ ഇതിന്റെ ഇടയിലേക്ക് വരുന്നുണ്ട് ഗൈസ്. അത് നിങ്ങൾ നോക്കാം. അതെ, ഞങ്ങൾ ലാസ്റ്റ് നമ്മൾ കാണുന്നത് നമ്മള് ഇടയ്ക്ക് കണ്ടായിരുന്നു. പക്ഷെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ ഏട്ടത്തി അമ്മേനെ ചേട്ടന്റെ എൻഗേജ്മെന്റ് ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കണ്ട മനസ്സിലാവും. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ തിരിച്ച് മാനവീയത്തോട്ടേക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്കുള്ളത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാച്ചാ, ബൈ.